രജി ചേച്ചിയുടെ സാക്ഷ്യമാണ്. അവർ ഇടുക്കിയിലാണ്. രജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഉടമ്പടിയും സൂക്ഷ്മതയും, ജാഗ്രതയല്ല. വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതാണ് സൂക്ഷ്മതയെന്ന് പറയണത്. വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മതയെന്ന് പറയണത്. ഇപ്പം അവർ ആ നാലിലൂടെ ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. നമ്പറിലൂടെയാണ് ആ മൊത്തം 1.5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. 4 എന്നൊരക്കത്തിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ചേട്ടത്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റഡ് ആയി. ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. അത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെ രജി ചേച്ചിയുടേതും കമ്മ്യൂണിക്കേഷൻ്റെതാണ്. ഉടമ്പടി കവനൻ്റ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉടമ്പടി കാലമാകുമ്പോഴേ പഴയതുപോലെ ഇങ്ങനെ വായി നോക്കികളായിട്ട് നടക്കരുത്. ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത്. ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കണം, എല്ലാത്തിനതും ഉണ്ടാകുമോ എന്നറിയത്തില്ല. പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ രജി ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം, വിദേശത്ത് പഠിക്കണം. അവിടെ കയ്യിൽ 5 പൈസ ഇല്ല. അവരുടെ കയ്യിലുള്ള ആകപ്പാട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം, അതിന് 10-20 ലക്ഷം രൂപ വേണം. ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണ ഒരു പുരയുടെ വാഗ്. ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം. അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ പുരയിടം വിൽക്കണം. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണ കാരണം വിൽക്കാൻ ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ അതൊരു മെരിറ്റ് കുറവാണ്. മെരിറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല. അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ മെരിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരുന്നത്. ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്രേസ് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചലൈസേഷൻ, ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുല ഉണ്ട്. അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തെന്നും പറഞ്ഞതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ആൾക്കാർ സാക്ഷ്യപ്പെടുന്നത് എന്തിനാണ്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അങ്ങനെ അതാണ് സംഭവം. ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിൻ്റെ പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ്? അത് അവർ പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവർ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവ കഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത്. അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും. കാര്യം എന്താണ്? ഉടമ്പടി, കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയണത്, അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ്, ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചിയിൽ പോകാൻ, ഞാൻ കൊച്ചിയിൽ പോയെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ്? മരിയൻ പാരിഷ് ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഹെഡിങ്ങിലാക്കിയിട്ട് കാര്യമില്ല. മരിയൻ കൃപാസനത്തിൽ 2004 ഡിസംബർ 7-ാം തീയതി നടന്ന സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കേണ്ടത്, അല്ലെങ്കിൽ മിശിക തുണയ്ക്കുക എന്ന് കുറിക്കേണ്ടത്, ആദ്യാക്ഷരം ചെയ്യേണ്ടത്. ആദ്യാക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ച് കർത്താവിനെ സാക്ഷികളായി ഞങ്ങൾ ഓരോരുത്തരെ മാറ്റണമേ എന്ന് കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദ വരദാ
കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. അപ്പോൾ ഈ മർമ്മം എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ മർമ്മം. കാര്യം ബിബ്ലിക്കൽ ഫോർമുല എവിടെ ആക്ടിവേറ്റ് ചെയ്താലും അതിൻ്റെ പ്രിസ്ക്രിപ്ഡ് ആയിട്ടുള്ള ഒരു വാഗ്ദാനമുണ്ട്. അത് നമുക്ക് ലഭിക്കാനുള്ള അർഹത നമുക്കുണ്ട്. പക്ഷേ ബൈബിളിൽ നിന്ന് എന്ത് ലഭിച്ചാലും അത് നോട്ട് ബൈ മെറിറ്റിലായിരിക്കും കിട്ടണത്, നോട്ട് ബൈ ബട്ട് ബൈ ഗ്രേസിലായിരിക്കും. പക്ഷേ അത് ഡിസേൺമെൻറ്റ് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. ഇല്ലേ? അവിടെ പ്രശ്നം കിടക്കണത്. ദൈവത്തിന് വേണമെങ്കിൽ തരാം, വേണ്ടെങ്കിൽ തരാതിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ അതൊരു പക്ക ബിസിനസ് അല്ലേ? ആ രീതിയിലാണ് നിങ്ങൾ വിഷയം ഇന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ച് ദൈവത്തിന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു വ്യാപാരം, ആധ്യാത്മിക വ്യാപാരമായിട്ട് വരും. കൃപാസനത്തിൽ നടക്കുന്നത് ബുദ്ധിബോധമില്ലാത്തവൻ അങ്ങനെ പറയുന്നുണ്ട് വ്യാപാരമാണെന്ന്. പക്ഷേ കൃപാസനം നടക്കണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണമെന്ന് പറയുമ്പോഴേ ഈ വിഷയം നമ്മുടേതല്ല. ആരുടേതാണത്? നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ മകളുടെ രോഗം മാറ്റിക്കൊണ്ട് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് മാത്രമേ ഒരാൾ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ അത് നടക്കും. എന്താ കാര്യം? ആ വിഷയത്തിൽ നമ്മളതിനകത്ത് നമ്മളുടെ വിഷയമല്ല. എന്താണ്? ദൈവത്തിൻ്റെ വിഷയമാണ്. ദൈവമാണ് അമ്മയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. എനിക്കറിയാമല്ലോ, സമയഘടികാരം നെഞ്ചൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അത് അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമല്ലത്. ഇന്ന് തെത്തുക ദൈവത്തിൻ്റെ തിരുനാളിലാണ് ഇത് ഈ ഉടമ്പടി ധ്യാനം റെക്കോർഡ് ചെയ്യുന്നത്. തെത്തുക ദൈവത്തിൽ ദൈവം ഒന്ന് ആകുമ്പോഴും ആ ദൈവത്തിന് 3 വ്യക്തിത്വമുണ്ട്. അതേസമയം സത്തയിൽ അത് ഏകമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി അത്ര ബുദ്ധിമുട്ടെന്നുള്ള കാര്യമില്ല. അതൊരു ഐസ് കട്ട പോലെ ഇരിക്കണം. ഐസ് കട്ടയൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഒരു ഐസ് കട്ട ഇങ്ങനെ എടുക്കും നമ്മൾ. എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവം? അതിങ്ങനെ കട്ടയായിട്ട് തന്നെ മെറ്റീരിയലായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അതേസമയത്തിന് താഴേക്ക് വെള്ളമായിട്ട് അത് വീണുകൊണ്ടേയിരിക്കും. മുകളിലുള്ളത് വാതകമായിട്ടത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം മുകളിലോട്ട് പോകണ വാതകമായിട്ട് പോണ സംഭവവും താഴേക്ക് വെള്ളമായിട്ട് വീഴുന്ന സംഭവവും കയ്യിലിരിക്കുന്ന ഐസ് കട്ടയും ബേസിക്കായിട്ടത് എന്താണ്? H2O ആണ്. സത്തയിൽ ഒന്നാണത്. ബേസിക്കായിട്ടത് H2O ആണ്. എന്താണ്? 2 ഹൈഡ്രജൻ എന്ത് H2, 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയും. വെള്ളം അത് വെള്ളം കട്ടയായിട്ടിരിക്കും, വെള്ളം വായുവായിട്ടിരിക്കും, വെള്ളം അതുപോലെ തന്നെ ഐസ് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ ദൈവം 3 വ്യക്തിത്വം കാണിക്കുമ്പോഴും സത്തയിൽ ഒന്നാണ്. അതേസമയം തന്നെ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അമ്മയോട് പറഞ്ഞിട്ടാണ് കൃപാസനം അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇന്ന് വരെ. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അപ്പാരിഷനാണ്. ഒന്നാമത്തെ ഡ്രസ്സ് തന്നെ സിൽവർ ഗ്രേ ആണ്. അവസാന കാലത്തിൻ്റെ കാളിമയാർന്നിട്ടുള്ള ഡ്രസ്സാണ് സബകരം. അന്ത്യകാലത്തിൻ്റെ ഒരു സുവിശേഷം പോലെയാണ് വരണത്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്. എന്ത് ദുരന്തമായിരിക്കും? ദൈവത്തിന് ദുരന്തം. നമ്മൾക്കാണ് ഈ ദുരന്തം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഉരുൾപൊട്ടുന്ന ദുരന്തമാണ്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും ദുരന്തമാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും ദുരന്തമല്ല. ദൈവത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ലോകവ്യാപകമായി മനുഷ്യരാശിയുടെ ആത്മാവിനെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ വലിയ ദുരന്തമില്ല. ആ ദുരന്തം ഉണ്ടാകാൻ പോകുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ട് വരണമെന്നുള്ളത് ദൈവത്തിന് തിരുമത്താണെങ്കിൽ അത് വിവേചിച്ച് മനസ്സിലാക്കേണ്ട കടമ ഉത്തരവാദിത്വവും അത് എക്ലേസ്യാസ്റ്റിക് റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണ്? ഇതിൻ്റെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയുന്നത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്നാണ്. അപ്പം എൻ്റെ രോഗം മാറ്റിക്കൊണ്ട് നീ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിച്ചോളാം എന്ന് നീ തീരുമാനിക്കുന്നത് 90 ദിവസമാണെങ്കിൽ നിനക്ക് 90 ദിവസത്തെ അനുഗ്രഹം തന്നാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ 1.5 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്? ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനോട് സാക്ഷ്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എനിക്കൊറ്റാഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ മരണം വരെ അമ്മയുടെ ഉടമ്പടിയുടെ ജീവിതം നയിക്കണമെന്ന്. കൈയടിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
ഒരുമിച്ച് പാടുക, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ആരാധന. വാഗ്ദാനം പേടകമേ, സ്വർഗീയ തന്മകനേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ, വാഗ്ദാനം പേടകമേ, സ്വർഗീയ തന്മകനേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ. അപ്പൊ ദുരന്തം എന്താണെന്ന് മനസ്സിലായില്ലേ? ദുരന്തത്തെ മാനുഷികമായൊരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് രോഗമാകാം, പ്രതി ദുരന്തമാകാം. പക്ഷെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദുരന്തമെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നേടിയെടുത്ത ആത്മാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ഒരു ദുരന്തം മനുഷ്യരാശിക്ക് ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ അത് ദൈവം എന്തുമാത്രം കരുതലോടെയാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവിനും യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ ഏകജാതൻ്റെ പീഡാനുഭവത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ ജീവൻ്റെ വിലയാണെങ്കിൽ ആ ജീവൻ്റെ വിലയെക്കുറിച്ച് കരുതലുണ്ടാകണമെന്നാണ് കൃപാസനത്തിലൂടെ പരിശുദ്ധ അമ്മ മനുഷ്യരാശിയോട് പറയുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ റെജി തോമസിൻ്റെ സാക്ഷിയാണ് പറഞ്ഞത്. റെജി തോമസിൻ്റെ വിഷയം എന്താ? അവിടെ മകൾക്ക് വിദേശത്ത് പോയി പഠിക്കണം, അവിടെ പണമില്ല. കാട്ടിലൊരു സ്ഥലം കിടപ്പുണ്ട്, അത് വിൽക്കണം. അത് വിൽക്കാൻ വേണ്ടി വന്ന അമ്മയോട് പറയണത് അത് വിറ്റ് തരണമെന്ന് പറയും. നിൽക്കക്കള്ളിയില്ല, അതൊന്ന് വിറ്റ് തരണം, അതെടുക്കാനുള്ള ആൾക്കാരും വരണില്ല എന്ന് പറയും. ഇപ്പോഴേ എല്ലാം ഒരു മടുപ്പാണ് സ്ഥലത്തിന്, കൃഷി നഷ്ടമായതുകൊണ്ട്. ഇതൊക്കെ എല്ലാം കണ്ണീരോടെ ഇവിടെയും പറയും. റിജി തോമസ് വീട്ടിലും പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒറ്റക്ക് നിന്ന് പറയുന്ന ഒരു വർത്തമാനമാണ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. ഉടമ്പടിയിലെ ഒരു സംഭവമാണ്. ഉടമ്പടിയിൽ ബൈബിൾ ഉടമ്പടിയിലുള്ളതാണ് ഉപ്പ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അധികാരപ്പെടുത്തിയെന്ന് അർത്ഥം. നമ്മുടെ അധികാരത്തിൽ നിന്നും ഉടമസ്ഥപ്പെടുത്താൻ വേണ്ടി ഉപ്പിടണത്, ദൈവത്തിന് ഉടമപ്പെടുത്താൻ. ബൈബിളിലുള്ള എല്ലാ വെലിവസ്തുക്കളും ആദ്യം ദൈവത്തിൻ്റെ ഭാഗം, അഹ്റോൻ്റെ ഭാഗം, ലെവയറുടെ ഭാഗം, അതുകൊണ്ട് ഉപ്പിടും. ഉപ്പിട്ടാൽ പിന്നെ അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് വേണ്ടി മാത്രമുള്ള ബലിവസ്തുവാണ്. നീ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിടുമ്പോൾ എന്താ അർത്ഥം? എൻ്റെ കഴിവ് വെച്ച് അസ്തമിക്കുന്നു, ഞാൻ കൈ ഉയർത്തി പറയുന്നു എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മെറിറ്റ്. പിന്നെന്താ? ഇനി നിൻ്റെ ഗ്രേസാണ്. അതുകൊണ്ട് ഈ സ്ഥലം വിൽക്കാൻ മാർഗമില്ല, ഈ ജന്മത്തിൽ വിറ്റുപോകുന്ന എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിൻ്റെ ഉടമസ്ഥയിലാക്കിക്കൊണ്ട് ഞാൻ ഉപ്പിടണമെന്ന് പറഞ്ഞ് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ട് ഉപ്പിടും. ഉപ്പിട്ടിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ റെജി തോമസിന് എപ്പോഴുള്ള ഒരു പരിപാടിയാണ്, കർത്താവിനോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആ സ്ത്രീക്ക് അറിയാം, ചേച്ചിക്ക് അറിയാൻ ശരിക്കും. എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് വിശ്വാസവരം വർത്തമാനപരമായിട്ട് കൂടുതലുണ്ട്. ചില ആൾക്കാരല്ലേ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. കേൾക്കണതൊക്കെ വട്ടമാണ്. വട്ടമൊന്നുമല്ല, അവർക്ക് നല്ലൊരു സംസാരിക്കണം ഒരു ദൈവത്തോട്. ദൈവം കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് അവർ വർത്തമാനം പറയണം, മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവന്മാർക്ക് ബോധ്യമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ പറയുന്ന ആളിന് ബോധ്യമുണ്ട്. അവർ കർത്താവേ ഞങ്ങളുടെ ഉപ്പിട്ടിട്ടുണ്ട് അമ്മേ, ആരെടുക്കാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ട്, ഇനി എല്ലാം വരായിക നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ മാസം വിൽക്കുമോ അതോ താമസിച്ച് പോകുമോ എന്നറിയാൻ വേണ്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഉടനെ ബൈബിൾ തുറക്കും, കർത്താവ് എന്താ പറയണമെന്ന് അറിയാൻ വേണ്ടി. ഉടനെ കർത്താവ് ഉടനെ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ കർത്താവ് നേരിട്ട് ഈ ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ കർത്താവിൽ വളരുമ്പോൾ നിങ്ങൾ പലരും ഉടമ്പടി ചെയ്തിരിക്കണം മിനിമം പ്രോഗ്രാമത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ വന്ന് ഉടമ്പടി ചെയ്തു, എന്ത് വന്നാലും 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാനില്ല. ഈ കടമാൻ പോത്ത് അതാണ് പറയണത്. ഇവിടെ കൊടുത്ത് ഉടമ്പടി കിട്ടി താല്പര്യം പറയാം, 90 ദിവസം കഷ്ടപ്പെട്ടാൽ മതിയല്ല, അത് പിന്നെ എങ്ങനെയും ജീവിക്കാനില്ല. അപ്പം തന്നെ നിൻ്റെ ഉടമ്പടി പൊട്ടും. എന്താ കാര്യം? നീ ഫ്രോഡാണെന്നുള്ളത് അൾത്താര വെച്ച് തന്നെ നീ പ്രഖ്യാപിച്ചു. നീ അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവിന് ജീവിക്കാൻ നീ 90 ദിവസം ജീവിക്കുക, 9 ദിവസം ജീവിക്കത്തുള്ള, അതൊക്കെ ദൈവത്തിന് അറിയാൻ പാടുള്ളൂ. നീ അങ്ങനെ വേറെ ജീവിതത്തെക്കുറിച്ച് വേറെ കണക്കൂടലൊന്നും വേണ്ട. പക്ഷേ നിനക്കൊരു കണക്കൂടലുണ്ട്. എന്താ കാര്യം? ദൈവമേ നിൻ്റെ കൂടെ ജീവിക്കാൻ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു സോണിലൂടെ
നിന്റെ കൈപിടിച്ച് കരം ഗ്രഹിച്ച് നടന്നു പോകാൻ നീ എനിക്കൊരു അവസരം തന്നേര് നന്ദി പറഞ്ഞുകൊണ്ട് എത്ര കാലം ജീവിക്കുന്നുവെന്ന് നീ തീരുമാനിച്ചാൽ അതുവരെ ഞാൻ ജീവിച്ചോളാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇപ്പോൾ ബൈബിൾ ഓപ്പൺ ചെയ്ത് കർത്താവേ ഈ മാസം ഇത് വിറ്റ് മാറാൻ വേണ്ടി വർഷങ്ങളെടുക്കുമോ മാസങ്ങളെടുക്കുമോ ആഴ്ച എടുക്കുമോ എന്ന് ചോദിച്ചപ്പോഴേ ബൈബിളിലൂടെ തുറക്കുകയും രചിത കണ്ണുമ്പിൽ വന്നത് എസക്കിയലാണ്. എസക്കിയൽ 36-34 കർത്താവ് സംസാരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്ന് അറിയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനേക്കാൾ വലിയ സാക്ഷി എവിടെ നിന്ന് കിട്ടാനാണ്? ഇത് 3 ലക്ഷത്തോളം വാക്യങ്ങളുള്ളതാണ് ബൈബിള്. ഈ 3 ലക്ഷത്തോളം വാക്യങ്ങളിലെ രജിയുടെ വിഷയം എവിടെയാണെന്ന് രജിക്കറിയാവോ? ഇല്ല. കർത്താവ് എന്താ സംസാരിക്കാൻ ഉദ്ദേശിക്കണമെന്നത് ആ പെർട്ടിക്കുലർ വേർഡ് പറഞ്ഞു തരും. എന്താണ്? ഒന്നിനു വായിച്ചേ. എസക്കിയേൽ 36-ാം അധ്യായം 36-ാമത്തെ വാക്യം. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടക്കുന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? പക്ഷേ രജിക്ക് സന്തോഷമായില്ല. എന്താ കാര്യം? ഇവർക്ക് കൃഷി ചെയ്യാൻ മേലാതെയല്ല ഇതെല്ലാം ഉപേക്ഷിച്ചത്. ഇപ്പം നാട്ടുകാരെല്ലാം ചോദിക്കും, എല്ലാ പുരയിടത്തിലൂടെ കൃഷിയുണ്ടല്ലോ, നിങ്ങൾ മാത്രം എന്താണ് ഈ സ്ഥലം വേസ്റ്റായിട്ട് ഇട്ടിരിക്കണമെന്ന്. അതൊരു സാമൂഹ്യ കുറ്റവാളിയായ രീതിയിലാണ് ആൾക്കാർ വിചാരണ ചെയ്യണത്. ഇപ്പോൾ കർത്താവ് എന്താ പറയണത്? സ്ഥലം വിൽക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വീണ്ടും കൃഷി ഇറക്കുമെന്ന്. അപ്പോൾ രജി പറഞ്ഞു, കർത്താവ് വീണ്ടും കൃഷി ഇറക്കാൻ എങ്ങനെ പറ്റും? ഞങ്ങൾക്കിത് നോക്കി നടത്താനൊന്നും ആരുമില്ല. ഈ വീണ്ടും കൃഷി ഇറക്കിയതുകൊണ്ട് കാശ് കയ്യിൽ നിന്ന് പോകുകയുള്ളൂ, കാശ് ഇങ്ങോട്ട് കിട്ടത്തില്ല. ഇതെല്ലാം കർത്താവിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഉടനെ സന്ധ്യയ്ക്ക് ഒരു ഫോൺ വരും. എന്താണ്? നിങ്ങളുടെ സ്ഥലം ഒറ്റയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം, പാട്ടത്തിന്. അപ്പോൾ ഒരു കൈയും പൊക്കിക്കൊണ്ടൊരു പറയും കൊടുക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം ഇതാണെന്ന് പറയും. ഇത് വിറ്റിട്ട് മകളെ പഠനത്തിന് വിടാനാണെന്ന്. കുഴപ്പമില്ല, കാശ് ഞാൻ തന്നോളാം, പാട്ടത്തിന് കൊടുക്കുന്നുണ്ടോ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. മകളുടെ കാര്യം നടത്തി കൊടുക്കും, കൃഷി പാട്ടത്തിനുമാകും. പാട്ടം എടുത്ത ആൾക്കാർ അവിടെ അമ്മ പറഞ്ഞ പോലെ വീണ്ടും കൃഷി ഇറക്കണമുണ്ട്. ഇപ്പോഴും ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമെന്നും. ഇപ്പം നമ്മളെക്കാൾ എന്ത് സുന്ദരമായ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കയ്യിലുള്ളത്. ഇനി വിറ്റണ്ടേ? ഇതിനിടയ്ക്ക് ഒരു രസമുണ്ടായത്, അവിടെ ചെന്നപ്പോഴേ പാട്ടത്തിനെടുക്കാൻ വന്ന ആൾക്കാർ സ്ഥലം പാട്ടത്തിനെടുത്ത് കഴിഞ്ഞപ്പോൾ വെള്ളമില്ല അവിടെ. അപ്പം പണിയായി. ചുറ്റുമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ കേണത് 1000 അടി താത്തിയാൽ മാത്രമേ വെള്ളമുള്ളൂ. അപ്പം അതിന് ലക്ഷക്കണക്കിന് രൂപയാകും. അത് വന്ന് രജിയോട് പറഞ്ഞു, വെള്ളമില്ലല്ലേ? എന്ന് വെച്ചാൽ ഞങ്ങളെ പറ്റിച്ചാണല്ലേ എന്ന് ചോദിച്ചത്. വെള്ളമില്ലല്ലേ എന്ന് വെച്ചാൽ കൃഷിക്ക് വെള്ളം വേണ്ടേ? അപ്പോൾ റെജി ഉടനെ പറമ്പിൽ ചെല്ലും, കർത്താവേ വെള്ളത്തിൽ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ മുമ്പ് ബൈബിളെടുത്ത് നോക്കും. ബൈബിളിലാണ് ആദ്യം നോക്കണേ, കർത്താവേ വെള്ളത്തിന് വല്ല കാര്യം അവരെ അത് ഉപയോഗിക്കാത്ത കാരണം അവിടെ വെള്ളമുണ്ടോ ഇല്ല എന്ന് ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവർ പറ്റിച്ചതൊന്നുമല്ല, ഇവർക്ക് അറിയത്തില്ല. ഇപ്പോൾ കൃഷി ഇറക്കാത്ത നേരത്തല്ല വെള്ളം തിരക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാതെ അയാൾ വന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ആൾ വന്ന് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം. കർത്താവ് ഞങ്ങൾ പറ്റിപ്പുകാരായിട്ട് അവർ മനസ്സിലാക്കുമോ എന്ന് വിചാരിച്ചാൽ ഇവർക്ക് സങ്കടമായിട്ട്, കർത്താവേ വെള്ളമില്ലേന്ന് ചോദിക്കും. വെള്ളമില്ലേന്ന് ചോദിച്ചുകൊണ്ട് ബൈബിൾ തുറക്കും. ബൈബിൾ തുറക്കുമ്പോൾ 2 രാജാക്കന്മാർ കിട്ടും. 3:17. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 രാജാക്കന്മാർ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല, കാറ്റോ മഴയോ ഉണ്ടാവുകയില്ല, അരുവിത്തടം ജലം കൊണ്ട് നിറയും. കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്.
അവിടെ വെള്ളത്തിൻ്റെ യാതൊരു സാധ്യതയുമില്ലെങ്കിലും അവിടെ അരുവിത്തടത്തെ വെള്ളം കൊണ്ട് നിറക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടെന്ന് പറയും. ഉടനെ ഇവർ കർത്താവ് പറയണ കേട്ടിട്ട് വീണ്ടും സ്ഥലത്ത് ചെല്ലും. സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന് മുകളിൽ നിന്ന് ഒരു ഉറവ പൊട്ടി വരണ കാണാം. ഇന്ന് വരെ കാണാത്തൊരു ഉറവ പൊട്ടി വരും. പൊട്ടി വരുമ്പോൾ നല്ല ചുറ്റുമുള്ള കിണറിലെല്ലാം കറുത്ത വെള്ളമാണ്, ഈ പുഴയുടെ വെള്ളമാണ്. ഇത് കണ്ണീര് പോലെ തെളിഞ്ഞൊരു വെള്ളം ഇങ്ങോട്ട് വരും. ഇവർ ഉടനെ കൈ കോരിയെടുത്ത് കുടിക്കും. എന്നിട്ട് കിണർ കുത്തുന്ന ആളെ വിളിക്കും. കിണർ കുത്തുന്ന ആളെ വിളിച്ചിട്ട് അയാൾ വടിയും കൊണ്ട് അടന്നിട്ട് പറയും, ഇതിൻ്റെ മുകളിൽ കുഴിച്ചോ, 360 മീറ്റർ താഴെ 360 അടി വെള്ളമുണ്ടത്. അത് കുഴിച്ചിട്ട് കിണറാക്കും, അത് കുളമാക്കും അവർ. എന്ന് വെച്ചാൽ 1000 അടി മറ്റുള്ളവർ കുഴിച്ചിട്ട് ആ വെള്ളമെല്ലാം ഈ പൂഴി വെള്ളം കിട്ടുമ്പോൾ 360 അടിയിൽ തെളിനീര് വെള്ളം കൊടുക്കാൻ വേണ്ടി, അതാണ് പറഞ്ഞത്, അരുവിത്തടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന് ബാക്കി. അത് പ്രഖ്യാപനമാണ് തന്നെയല്ല, അത് വാഗ്ദാനമാണ്. ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വിശ്വസിക്കുന്നവർക്ക് സാക്ഷ്യത്തിൻ്റെ അവസരമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നിന്നെ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലില്ലി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വെലുങ്ങാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബർ 4-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച ഒരു പ്രധാന കാരണം, ഞങ്ങൾ ഒരു അപേക്ഷ എന്തായിരുന്നു ചോദിച്ചാൽ, ഞങ്ങളുടെ ചെറിയ മകന് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാകണേ, എത്രയും വേഗം ശരിയായി കിട്ടണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. ഞങ്ങൾ മൂത്ത 2 കുട്ടികളും അവിടെ തന്നെയാണ്. അപ്പോൾ അവൻ +2 പാസ്സായിട്ടേ ഉള്ളൂ. എന്നാലും പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റുഡൻറ്റ് വിസ കിട്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഡിസംബർ 2-ാം തീയതി ആയപ്പോഴേക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്കും കൂടി മകൻ്റെ കൂട്ടത്തിൽ വിസ ശരിയാവുകയും ഞങ്ങൾക്ക് 2 പേർക്കും കാനഡയിലേക്ക് പോകാനും പറ്റി. അവിടെ ചെന്ന് ഒരു മാസം അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ജനുവരിയിൽ ക്ലാസ് തുടങ്ങി. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആദ്യ ആഴ്ച ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ വന്നു, കോളേജുകളെല്ലാം അടച്ചു. അപ്പോൾ ജോലിയൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് എവിടെ ശ്രമിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കോളേജ് അടയ്ക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു കുട്ടി, അവൻ ഒരിക്കലും കണ്ടിട്ടുമില്ല, പരിചയമില്ലാത്ത ഒരു കുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിനക്ക് എവിടെയെങ്കിലും ജോലിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കി തരാം, നാളെ നീ എൻ്റെ കൂട്ടത്തിൽ വന്നോ എന്ന് പറഞ്ഞു. അവൻ ആ കുട്ടി പറഞ്ഞതനുസരിച്ച് അവൻ ചെല്ലുകയും അവന് വളരെ താല്പര്യമുള്ള ഒരു ജോലി തന്നെ അവിടെ കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ഓണർ അവനെ വളരെ ഇഷ്ടപ്പെടുകയും, സാധാരണ കുട്ടികൾക്ക് ഒരു ആഴ്ചയിൽ 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവനോട് പറഞ്ഞു, നീ 40 മണിക്കൂറും ജോലി ചെയ്തോ, ബാക്കി 20 മണിക്കൂറിൻ്റേത് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാം, 20 മണിക്കൂറിൻ്റേത് ക്യാഷായിട്ട് കയ്യിൽ തരാമെന്ന് പറഞ്ഞു. അത്രയ്ക്കും അവന് അത് വളരെ ഇഷ്ടമായി. ഇപ്പോഴും അവൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കോഴ്സൊക്കെ വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഓരോ സമയവും പരീക്ഷ സമയത്തും എല്ലാം ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം ചോദിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ജോലി കയറി. ഇപ്പം PR വെക്കാനുള്ള സർവീസ് അവനാവുകയും ചെയ്തു. 2ാമത്തെ നിയോഗം എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം വഴിയായി കഴിഞ്ഞ മെയ് മാസത്തിൽ അവൻ്റെ വിവാഹം നടക്കുകയും അവർ വളരെ സന്തോഷമായിരിക്കുന്നു. പിന്നെ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാനും അവിടെ ചെന്ന് ഡിസംബർ 22-ാം തീയതി ഞാൻ എൻ്റെ 2ാമത്തെ മകൻ്റെ കൂടെ അവൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. അപ്പോൾ വലിയ ട്രക്കിലായിരുന്നു യാത്ര. അപ്പോൾ വിൻ്റർ സീസണാണ്, മഞ്ഞുകൊണ്ട് മൂടിക്കിടന്നിട്ട് റോഡൊന്നും ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. വഴി ഞങ്ങൾക്ക് തീരെ പരിചയമില്ല. അങ്ങനെ ഒരു വിജനമായ സ്ഥലത്തുകൂടി പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ ട്രക്കിൻ്റെ ബാക്കിലുള്ള ലോക്ക് വീണിട്ടുണ്ടോ ഡോറിൻ്റെ എന്നുള്ളൊരു സംശയം തോന്നിയിട്ട് അവൻ സൈഡിലേക്ക് എമർജൻസി പാർക്കിങ്ങിലേക്ക് വണ്ടി നീക്കുകയും പെട്ടെന്ന് വണ്ടി ഒരു സൈഡ് തീർത്തും മഞ്ഞിലേക്ക് താണു പോവുകയും ചെയ്തു.
എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ടോട്ടർക്ക് കൊണ്ടുവന്ന് വലിച്ച് കയറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അന്ന് ഞങ്ങൾ ക്യാഷ് ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ താമസിച്ച് കഴിഞ്ഞാൽ സാധനം അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ടിരുന്നോ, പരിശുദ്ധ അമ്മ നമ്മളെ രക്ഷിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരാൾക്കാരെയും ഞങ്ങൾ അവിടെ കാണുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റാതെ ചെരിഞ്ഞിരിക്കുന്ന വണ്ടിയിൽ റൈറ്റ് സൈഡിൽ ഞാനിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, ഒരു മനുഷ്യൻ അവിടേക്ക് നടന്നു വരികയാണ്. വന്ന് നേരെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, വണ്ടി താന്നു പോയല്ലേ, ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. മോൻ വേഗം പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ച് നടന്ന് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും അയാൾ ട്രക്കുമായിട്ട് വന്ന് ഞങ്ങളുടെ വണ്ടി അവിടുന്ന് മഞ്ഞിൽ നിന്നും റോഡിലേക്ക് ആക്കി തന്നു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് പരിശുദ്ധ അമ്മ ഒരു ദൂതനെ അയച്ചതുപോലെ, കാരണം ആ പ്രദേശത്തൊന്നും ഒരാളില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നും മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ 2020 മെയ് മാസത്തിൽ 21 മെയ് മാസത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ 2 മക്കൾക്കും കോവിഡ് പോസിറ്റീവായി. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിനായിട്ട് അനങ്ങാൻ പോലും മേലാത്ത പോലത്തെ വേദന. അപ്പോൾ കുട്ടികൾ ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ വലിയ എക്സ്പെൻസ് ആവും. അപ്പം ഞാൻ പറഞ്ഞു എവിടെയും പോകണ്ട, മാതാവ് അറിയാതെ എന്തായാലും ഈ രോഗം വരില്ല, അപ്പം മാതാവ് അത് കുറച്ച് തന്നോളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാതെ 3-ാമത്തെ ദിവസം ഞാൻ കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ നേരം എൻ്റെ മേലെന്തോ ഒരു വലിയൊരു ഭാരം വന്നിരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടെ. ആ കണ്ണ് തുറന്ന് ഞാനിങ്ങനെ നോക്കുന്ന അതൊരു സെക്കൻഡേ നീണ്ടു നിന്നുള്ളൂ. അങ്ങനെ തന്നെ ആ ഭാരം അങ്ങ് പോയതുപോലെയും തോന്നി. പിന്നീട് എനിക്ക് ഇതുവരെ ബാക്ക് പെയിൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ആ നിമിഷം തന്നെ അത് അപ്രത്യക്ഷമായിപ്പോയി. പിന്നെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ എനിക്ക് ഒത്തിരി, അതിനുശേഷം മുട്ടിൽ നിന്ന് എത്ര സമയം പ്രാർത്ഥിക്കാൻ, എനിക്ക് മുട്ടിൽ നിൽക്കാൻ തീരെ കാലിന് സുഖമില്ല, ബാക്ക് പെയിൻ കാരണം നിൽക്കത്തുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എത്ര സമയം വേണമെങ്കിലും മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. പ്രാർത്ഥനകളെല്ലാം പഴയതിലും ശക്തിയായിട്ട് നല്ല വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ വീടിനടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം മരുന്നിന് പകരം അമ്മയുടെ തൈലവും ഉപ്പും തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. മക്കൾക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് അവിടുന്ന് പറഞ്ഞാലും അപ്പോൾ ഞാൻ പറയും ഞാൻ അവിടെ കൊണ്ടുപോയി തൈലവും ഉപ്പും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഉപയോഗിച്ചാൽ മതിയെന്ന് പറയും. നിമിഷ നേരം കൊണ്ട് എല്ലാം പോകുന്നുണ്ട്. മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കാനുണ്ട്. എല്ലാം മാതാവ് സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു.